കമന്റ് ചെയ്ത് നമ്മളെ ഗീവ് അവേ ഉണ്ടാവും അടുത്ത് തന്നെ. അപ്പൊ നമ്മൾ നമ്മളെ മെസ്സിയുടെ ഗീവ് അവേ ഉണ്ടാവും ഗൈസ്. അത് ഗൈസ് പ്രത്യേകിച്ച് അങ്ങനെ ഗീവ് അവേ ഒന്നുമില്ല. അപ്പൊ നമ്മള് ഗീവ് അവേ പിന്നെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ആരും കമന്റ് ഇട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഹാർട്ട് ഇമോജിയും മെസ്സിനെ ഇഷ്ടമുള്ളവർ ബ്ലൂ ഹാർട്ടും നെയ്മറിന് ഇഷ്ടമുള്ളവർ യെല്ലോ ഹാർട്ടും റൊണാൾഡോന് ഇഷ്ടമുള്ളവർക്ക് റെഡ് ഹാർട്ടും പിന്നെ അവരുടെ ജേഴ്സിന്റെ കളർ ഏതാണ് അവരെ ഹാർട്ടും നിങ്ങൾ കമന്റ് ചെയ്യാ. അപ്പൊ ഗൈസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. 2 ഗീവ് അവേ വിന്നേഴ്സ് ഉണ്ടാവും. പിന്നെ മെസ്സി ഇത് ഗിവ് അവേ കിട്ടണമെങ്കിൽ നമ്മൾ അവസാനം ഒരു ചോദ്യം ഉണ്ടാവും. അതിന് ഉത്തരം പറയുന്നവർക്ക് ഗിവ് അവേ വിന്നേഴ്സ്. അതും 2 ചോദ്യം ഉണ്ടാവും. അപ്പൊ 2 ഉത്തരം പറയുന്നവർക്ക് ഗിവ് അവേ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എന്റെ നമ്മളെ നെയ്മർ ഖനിയുടെ ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതൊരു കടങ്ങുന്ന ചോദ്യമാണ്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗസ് ചെയ്യാം. പിന്നെ ChatGPTയും ഗൂഗിളും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യരുത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെടിയിൽ കായ ചെടി ആരും പറയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യും. അതിന്റെ ഒപ്പം നിങ്ങളെ ഹാർട്ട്സും കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളെ മെസ്സിക്ക് അത്ര വേൾഡ് കപ്പ് ഉണ്ട് എല്ലാരും കമന്റ് ചെയ്യണം ഗൈസ്. എന്നാ അവർക്ക് ഒരു ജേഴ്സി. ഹലോ ഗൈസ്. അപ്പോൾ എന്റെ ചോദ്യം എന്നാൽ നമ്മളുടെ മെസ്സിക്ക് എത്ര വയസ്സായി എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേക സമ്മാനം തരും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ അടുത്തത് നമ്മുടെ നെയ്മർ കുട്ടി തന്നെയാണ്. ബട്ട് ജേഴ്സി ഉണങ്ങിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ നെയ്മറിന് എത്ര വേൾഡ് കപ്പ് ഉണ്ട് ഗൈസ്? നിങ്ങൾ കമന്റ് ചെയ്യണം നമ്മൾ നെയ്മറിന് വേണ്ടി ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. ശരി ബൈ ഗൈസ്.